നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താ ക്ലിയർ ആവുന്നില്ല, ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയോ? ഡിസ്കസ് ദ ഡ്യുവൽ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ സൊസൈറ്റി ആൻഡ് എക്സാമിൻ both its key functions and potential dysfunctions with a relevant example. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? യെസ്, നമ്മളുടെ ഈ ഒരു ഡ്യുവൽ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ സൊസൈറ്റി, മാസ് മീഡിയയുടെ റോൾ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാവുന്ന മാസ് മീഡിയയുടെ റോൾ എന്താണ്? അതിന്റെ ഫംഗ്ഷനും വേണം, അതേപോലെ തന്നെ ഡിസ്ഫങ്ഷനും വേണം. ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്, ഒന്ന് പെട്ടെന്നൊന്ന് പറയോ? നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്നൊന്ന് പറയാമോ എന്താന്നുള്ളത്? മാസ് മീഡിയ പ്ലേസ് എ ഡ്യുവൽ റോൾ ഇൻ സൊസൈറ്റി. യെസ്, വെരി ഗുഡ്. എന്റർടൈൻമെന്റ്. യെസ്, ശരിയാണോ മീറ? എന്റർടൈൻമെന്റ് എന്താണ്? അതിന്റെ ഡിസ്ഫങ്ഷൻ ആണോ ഫംഗ്ഷൻ ആണോ? യെസ്, എഡ്യൂക്കേഷൻ. യെസ്, വെരി ഗുഡ്. എഡ്യൂക്കേഷൻ അല്ലേ? ഇതൊക്കെ ഇതിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? മാസ് മീഡിയ യെസ് പ്ലേസ് എ ഡ്യുവൽ റോൾ ഇൻ സൊസൈറ്റി. എങ്ങനെയാണ്? ഒരു ഡ്യുവൽ റോൾ തന്നെയാണ്. യെസ്, സൊസൈറ്റിക്ക്. യെസ്, വെരി ഗുഡ്. ഫംഗ്ഷൻ ആണ്. സൊസൈറ്റിക്കകത്ത് ഒരു ഡ്യുവൽ റോൾ തന്നെയാണ് അല്ലെ? എന്തൊക്കെയാണ് പറയുന്നത്? ഇറ്റ് ഇൻഫോംസ്. യെസ്, എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ കോറിലേഷൻ, സർവീലൻസ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ്സ് ആണ് കേട്ടോ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ്സിന് എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ ആൻസർ ഷീറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ കൈൻഡ് ഓഫ് ന്യൂസ്, ഇൻഫർമേഷൻസ്, വാർത്തകളൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് വിനോദം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. ഇല്ലേ? ബോറടിക്കുമ്പോൾ എന്ത് നോക്കും? നമ്മള് മൊബൈൽ ഫോൺ നോക്കും, യൂട്യൂബ് നോക്കും അല്ലെ? റീൽസ് നോക്കും, ഷോർട്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. യെസ്, കോറിലേഷൻ, പോയിന്റ് എല്ലാം ശരിയാണ്. എല്ലാം എഴുതാട്ടോ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആളുകളെ പരസ്പരം എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, നല്ല വാല്യൂസ് നൽകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. കൂടുതലായിട്ട് റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഒരു ടോപ്പിക് വന്ന് മാസ് മീഡിയയുടെ ഫംഗ്ഷൻസ്, നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ്, എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അതിന് ഡിസ്ഫങ്ഷൻ വേണ്ടേ? ഡിസ്ഫങ്ഷൻ വേണമല്ലോ. ഡിസ്ഫങ്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് യെസ്, നാർക്കോട്ടൈസിങ് ഡിസ്ഫങ്ഷൻ പറയും. ഈ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പൊ ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോണ്ടന്റുകൾ ആളുകളിൽ എന്താണ്? ഒരു മുഷിപ്പ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു മടുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാ. ഓക്കെ, നോട്ട് ചെയ്യണം കേട്ടോ. ഈ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്യണം. പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതായത് വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ കാണിച്ച ആളുകളെ വെറുപ്പിക്കുന്ന ഒരു രീതി, അത് അതിനൊരു ഡിസ്ഫങ്ഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ദെൻ പിന്നീടോ, യെസ്, വെറും പ്രോഫിറ്റിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയാ ന്യൂസുകൾ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസിനെ പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ്? അതിനൊരു ഡിസ്ഫങ്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പിന്നീട് എന്തൊക്കെയാ? ഞാൻ പറഞ്ഞു, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് ഒരു മുഷിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ടെക്സ്റ്റിനകത്ത് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ? നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇതിപ്പോ 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എഴുതേണ്ടി വരും. 3 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഒരു 2 പോയിന്റ് ഫംഗ്ഷനും 2 പോയിന്റ് ഡിസ്ഫങ്ഷൻ ആയിട്ട് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ. ഓക്കെ, മാസ് മീഡിയ ഇതെന്താണെന്നറിയോ? സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസിയുള്ള ഒരു പേപ്പർ കൂടിയാണ്. ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം നമ്മൾ പഠിക്കുന്ന എന്തൊക്കെയാണ്? ഈ പറയുന്ന രീതിയിലുള്ള പോയംസും പോയട്രീസും ഡ്രാമാസും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പേപ്പർ ഭയങ്കര ചടപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറയുമ്പോൾ കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കയ്യിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഒരു എന്താ നാക്കിൽ എഴുതാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. യെസ്, ഇനി പറയുന്നത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ. മാസ് മീഡിയ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ് മീഡിയ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ വേണം. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് നമ്മൾ 2 എണ്ണമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒന്ന് പ്രിന്റ് മീഡിയ, ദെൻ ഡിജിറ്റൽ മീഡിയ. ഓക്കെ, അപ്പൊ പ്രിന്റ് മീഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. എന്താണ് പ്രിന്റ് മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിന്റ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? വിശ്വസിക്കാം. കാരണം പ്രിന്റ് ആണല്ലോ, അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്.
മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് വിശ്വസിക്കാൻ പറ്റിയതാണ് എന്ത് പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത്. വായിക്കാൻ എന്താണ് ഭയങ്കര അധികം സൗകര്യപ്രദമാണെന്നുള്ളതാ, ഭയങ്കര സിമ്പിളാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചെലവ് ഇത്തിരി കൂടുതലാണ്, എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും എന്താണ് എക്സ്പെൻസീവ് കുറവാണെന്ന് മാത്രമല്ല ഇന്ററാക്ഷൻ എന്തായിരിക്കും കുറവായിരിക്കും. ഡിജിറ്റൽ മീഡിയ പോലെയല്ല, ഇന്ററാക്ഷൻ കുറവായിരിക്കും, ചെലവ് ഇത്തിരി അധികമായിരിക്കും. എങ്കിൽ പോലും എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ദെൻ വാട്ട് അബൌട്ട് ഡിജിറ്റൽ മീഡിയ? ഫാസ്റ്റ് ആൻഡ് ഇന്ററാക്റ്റീവ് എന്നുള്ളതാണ്. ഫാസ്റ്റ് ആണ്, ഓക്കെ, വളരെയധികം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എളുപ്പം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ആളുകൾക്ക് അഭിപ്രായം പറയാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് യെസ് പ്രിന്റഡ് ഫോം പ്രിന്റ് മീഡിയ. എന്താണ് അമീറ പറയുന്നത്? പ്രിന്റ് മീഡിയ പ്രിന്റഡ് ഫോം, അത് തന്നെയാണ് പ്രിന്റ് മീഡിയയുടെ കാര്യങ്ങൾ. അതായത് പ്രിന്റ് മീഡിയയും ഡിജിറ്റൽ മീഡിയയും തമ്മിലുള്ള നിങ്ങൾ ഈ ഒരു അതായത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. അപ്പൊ എന്താണ് വെറും പ്രിന്റ് മീഡിയ എന്താണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മീഡിയ എന്താണെന്ന് മാത്രം എഴുതിയാൽ പോരാ, അതെങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അപ്പൊ ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഫാസ്റ്റ് ആണ്, യെസ് ഇന്ററാക്റ്റീവ് ആണ്. ഇപ്പൊ ഈ ലൈവില് വീണ്ടും നമുക്ക് ടെക്നിക്കൽ എറർ വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാ, ക്ഷമിക്കാം കേട്ടോ. അപ്പൊ ആരും പോവരുത്, എനിക്ക് അതാ പറയാനുള്ളത്. പോയി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡി ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഡിജിറ്റൽ മീഡിയ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്, ഇന്ററാക്റ്റീവ് ആണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ഫീഡ്ബാക്സ് അറിയിക്കുന്നുണ്ട്. അതാണ് എന്ത് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പറയാനുള്ളത് ഈ ഒരു ഡിജിറ്റൽ മീഡിയ വഴി നമുക്ക് എപ്പോഴും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസും കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു പ്രിന്റ് മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. കാരണം എപ്പോഴും വേണമെങ്കിലും എന്താണ് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിലൂടെ എന്ത് ചെയ്യാൻ ചാൻസസ് കൂടുതലാ, പാസ് ചെയ്ത് വരാൻ ചാൻസസ് കൂടുതലാ. ഓക്കെ, അപ്പോ എല്ലാ കാര്യങ്ങളും എന്താണ് നിലവാരം കൂടിയ തരത്തിലായിരിക്കണം എന്നില്ല ഈ ഒരു ഡിജിറ്റൽ മീഡിയ വഴി നമുക്ക് വരിക എന്നുള്ളതാ. ക്ലിയർ ആണോ? പ്രിന്റ് മീഡിയയും ഡിജിറ്റൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എല്ലാം കൊണ്ടും ഏതാണ് നല്ലത്? പ്രിന്റ് മീഡിയ ആണ് നല്ലത്, ഒന്നുകൂടെ കുറച്ചുകൂടെ നല്ലത്. കാരണം നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റത്തില്ല, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിലൂടെ വരത്തില്ല. ഡിജിറ്റൽ മീഡിയയിലാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ വരാറുള്ളൂ. അതാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഓക്കെ ആണല്ലോ? പോയോ എല്ലാവരും? ഇല്ലല്ലോ, ആരും പോയിട്ടില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, analyze the functions of mass media in shaping individual perceptions and societal norms, providing examples of how these functions operate in practice. Yes, പോയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോ ചോദിച്ചേക്കുന്ന ചോദ്യം കണ്ടോ, ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ആണ് ചോദിച്ചേക്കുന്നത്. അതെങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സ്പെക്റ്റീവിലായിക്കോട്ടെ സോഷ്യൽ നോംസിലായിക്കോട്ടെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അത് ഷേപ്പ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾ സഹിതം എഴുതണം. അപ്പൊ എന്താണ് ഈ ഒരു മാസ് മീഡിയ എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മാസ് മീഡിയ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയോടും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവിനോടും കണക്റ്റഡ് ആണോ മാസ് മീഡിയ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതിയെ, നമ്മുടെ സൊസൈറ്റി അത് ബാധിക്കുന്നുണ്ടോ ഈ ഒരു മാസ് മീഡിയ? പെട്ടെന്നൊന്ന് പറഞ്ഞേ, ബാധിക്കുന്നുണ്ടോ? നമ്മളെ പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ടോ? നമ്മളെ ചിന്തയെ ബാധിക്കുന്നുണ്ടോ ഈ പറയുന്ന സാധനം മാസ് മീഡിയ? ഉണ്ടോ? വേഗം പറഞ്ഞേ. യെസ് യെസ്, അമീറ എല്ലാം പഠിച്ചു എന്നാ തോന്നുന്നത് അല്ലെ, എല്ലാത്തിനും കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. യെസ്, കണക്റ്റഡ് ആണ് നമ്മളുടെ ബിഹേവിയറിനെയും അതേപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാസ് മീഡിയ, യെസ്, ഷേപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസ് മീഡിയ എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്റർടൈൻമെന്റ്, സോഷ്യലൈസേഷൻ, ഇതൊക്കെ ടെക്സ്റ്റ്. ഈ ഒരു ഭാഗം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തിട്ട് പോകണം എക്സാമിന്, എന്തായാലും ചോദിക്കൂ കേട്ടോ. സർവേലൻസ് എന്താ, കോറിലേഷൻ, സോഷ്യലൈസേഷൻ, എന്റർടൈൻമെന്റ്. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ എല്ലാം എന്ത് ചെയ്തിട്ട് ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തിട്ട് പോകണം ഈ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെ ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ ന്യൂസ് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, ഓക്കെ, അത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാ. ഇപ്പൊ ഒരു മാസ് മീഡിയ വഴി നമുക്ക് ഇൻഫർമേഷൻ തരുമ്പോ ഓക്കെ, ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ആവില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ പലരുടെയും പെർസെപ്ഷൻ എന്നുള്ളത് എന്താണ്, വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാ. അപ്പോൾ നമ്മളുടെ മാസ് മീഡിയ ഒരു കാര്യം അങ്ങോട്ടേക്ക് ഇട്ട് തരുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു, യെസ്, ബാധിക്കുന്നു എന്നുള്ളത് വേണം നിങ്ങൾ പറയാനായിട്ട്.
ക്ലിയർ ആണോ? അതായത് ഇപ്പോൾ ഏതെങ്കിലും വാർത്തകൾ നമുക്ക് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇപ്പൊ സമൂഹത്തിൽ നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു മാസ് മീഡിയ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഇങ്ങനെ ആകർഷണ അല്ലെങ്കിൽ നമ്മളെ അട്രാക്റ്റീവ് ആവുന്ന തരത്തിൽ, നമ്മൾ അതിൽ വീണ് പോകുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മാസ് മീഡിയ നമുക്ക് കാണിച്ചു തരുന്നു. അതിലൂടെ എന്താണ് ഓരോ ഇൻഡിവിജ്വലിന്റെയും പെർസെപ്ഷൻ അത് എന്ത് ചെയ്യുന്നു, ഷേപ്പ് ചെയ്യുന്നു. നമ്മുടെ സൊസൈറ്റൽ നോംസിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളതാ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ ആണോ? അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മാസ് മീഡിയ അല്ലെങ്കിൽ ഈ മീഡിയയിൽ വരുന്ന എല്ലാം എന്ത് ചെയ്യരുത്, കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില പരസ്യങ്ങളൊക്കെ അത് തേച്ചാൽ എന്ത് ചെയ്യും, മുഖം നന്നായിട്ട് വെളുക്കും അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ സോപ്പ്, ചന്ദ്രിക സോപ്പ് തേച്ചാൽ എന്താണ് നല്ലതുപോലെ വെളുക്കും അല്ലെ, ചർമ്മം നല്ലതുപോലെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് സാരം. ക്ലിയർ ആണോ? ഇതൊന്നും എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കരുത്. എക്സാമ്പിൾ ടെക്സ്റ്റ് വായിച്ചാൽ മതി, അതിനകത്ത് കിട്ടൂട്ടോ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പൊ മീഡിയ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഓക്കെ ആണല്ലോ?